റിവ്യൂവറും നിരൂപകയും എഴുത്തുകാരിയുമായ അനുചന്ദ്ര എഴുതിയത്. എനിക്ക് വിവാഹം വേണ്ട, ആലോചിച്ചെടുത്ത തീരുമാനം. 34 വയസ്സിനിടെ ഞാൻ ചുറ്റുമുള്ള വിവാഹ ബന്ധങ്ങൾ കണ്ടു. ആളുകൾ സന്തോഷത്തിലല്ല. ഐശ്വര്യലക്ഷ്മി. ചുറ്റുമുള്ളവരെ ഒബ്സർവ് ചെയ്യാനും റിയാലിറ്റിയെ തിരിച്ചറിയാനും പ്രാപ്തിയുള്ള ഒരാളുടെ വരികളായി വേണം ഇതിനെ കാണാൻ. ബട്ട് കമന്റ് ബോക്സിൽ കാണുന്ന ആ ചോദ്യാഭിപ്രായങ്ങൾ ബഹുരസമാണ്. പക്ഷെ കമ്മികയായി തുടരുമോ? ഇല്ല അല്ലേ? 2 ദിവസം ചോറ് തിന്നുമ്പോ ഇന്ന് മാഗി തിന്നണമെന്ന കഴപ്പുള്ളവർക്ക് അതൊരിക്കലും സംതൃപ്തി തരില്ല. അതെ, ജീവിതവും ശരീരവും അങ്ങനെ ഒരാൾക്ക് മാത്രം സമർപ്പിക്കുന്നതിൽ അത്ര സുഖമില്ല. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, ഈ പൊട്ടന്മാർ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വിവാഹവും വിവാഹ ജീവിതവും മൊത്തം ലൈംഗിക ബന്ധത്തിൽ മാത്രമായെന്ന് തീരുന്നതാണെന്നോ? എന്തൊരു നാരോ മൈൻഡാണ് ജനങ്ങളാണിത്. വിവാഹം എന്നാൽ ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണെന്നൊക്കെ ഇവരെങ്ങനെയാ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്? വാസ്തവത്തിൽ അതൊരു വലിയ ജീവിത തീരുമാനമാണെന്നവർ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കമ്മിറ്റ്മെന്റ്, റെസ്പോൺസിബിലിറ്റി, കമ്പാനിയൻഷിപ്പ് തുടങ്ങിയ പല ഘടകങ്ങളുണ്ടതിൽ. വൈകാരിക ആവശ്യങ്ങൾ, മാനസിക ആവശ്യങ്ങൾ, സാമൂഹികവും സാമ്പത്തികവുമായ ആവശ്യങ്ങൾ എന്നിങ്ങനെ പലതും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞ കൂട്ടത്തിലെ ഒന്ന് മാത്രമാണ് ശാരീരിക ആവശ്യമെന്നത് ഇവരെന്താ മനസ്സിലാക്കാത്തെ? മനഃശാസ്ത്രപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൂട്ടുകാരനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ഒരു ബന്ധം വളരെയധികം സ്മൂത്തായി കൊണ്ടുപോകാനുള്ള മാനസിക പ്രാപ്തി നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കേണ്ട ഒന്നാണ് വിവാഹം. ഈ അടുത്തൊരു ദിവസം വളരെ ഗൗരവമുള്ള എന്തോ ഒരു കാര്യം ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കാൻ പോയപ്പോൾ എൻ്റെ അമ്മ ഇത് കേൾക്കാൻ നിന്നില്ല. അമ്മയ്ക്ക് നേരമില്ല വെച്ചാണ്. ബട്ട് എനിക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കി. ഞാൻ എൻ്റെ കൂട്ടുകാരിയായ അപർണയോട് പറഞ്ഞപ്പോൾ അവൾ തിരിച്ചു പറഞ്ഞത്, ഇത്ര ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കുന്ന നിന്നെപ്പോലൊരാൾ വല്ല കല്യാണവും മറ്റോ കഴിച്ചാൽ വൻ കോമഡിയാകും എന്നാണ്. അയാളുടെ മൂഡ് സ്വിങ്ങിനനുസരിച്ച് അടിക്കടി ഉണ്ടാകുന്ന സകല റിജക്ഷനെയും ഓർത്ത് വേദനിക്കാൻ നിനക്ക് നേരമുണ്ടാകൂ എന്നാണ്. എനിക്കിങ്ങനെ വേദനിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ, 24 മണിക്കൂറും മറ്റൊരാളെ ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയുടെ പുറകെ പോകാൻ വയ്യെങ്കിൽ, എന്റെ ഇഷ്ടങ്ങളിൽ ഒന്നുപോലും മറ്റൊരാൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, ഇമോഷണൽ ബാഗേജുകൾ വലിച്ചുകൂട്ടാൻ താല്പര്യമില്ലെങ്കിൽ ഉറപ്പായും ഞാൻ വിവാഹം വേണ്ടെന്ന് വെക്കും. ഇനി അതിനുള്ള മെന്റൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ വിവാഹം വേണമെന്നും വെക്കും. എവറിത്തിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മെന്റൽ ഹെൽത്ത്. ഇതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയാകണം. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നവർക്ക് തന്നെയാണ് വിവാഹം വേണ്ടെന്ന സ്ട്രോങ് ഡിസിഷനിലേക്ക് എത്തുന്നത്. ജീവിതത്തിന്റെയും ജീവിത രീതികളുടെയും ബന്ധങ്ങളുടെയും ചിന്തകളുടെയും എല്ലാം ഫോർമുല മൊത്തം തെറ്റിക്കിടക്കുകയാണ്. അതിനിടയിലേക്ക് ദാമ്പത്യം എന്ന പരീക്ഷണം ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്തവർ അതിൽ നിന്ന് പിന്മാറുന്നുവെങ്കിൽ അതാണ് ഔചിത്യബോധം, അതാണ് വകതിരിവ്. ചുറ്റുപാടുകൾ നമുക്ക് കാണിച്ചു തരുന്നതിനെ ഒബ്സർവ് ചെയ്താൽ ഇതൊക്കെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതായത് ജീവിതം ഒന്നേ ഉള്ളൂ. ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ പരീക്ഷണങ്ങൾക്ക് വെക്കരുത്. അത്രയേ ഇഷ്ടവും ചെയ്തിട്ടുള്ളൂ. അതിന് ശരീരത്തിന്റെ അളവുകൾ കൊണ്ടളക്കുന്നവരും 2 കാലുകളുടെ കയ്യിൽ നിന്ന് ചിന്തിച്ചിരുന്നവരും എന്തൊരു ദുരന്തമാണ് ഹേ.